ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു കലാകാരനെ മറ്റൊരു കലാകാരൻ പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചു. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം. രമേശ് നാരായൺ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടനായ ആസിഫ് അലിയെ ശരിക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ, ഒരു കലാകാരൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അപമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും വെക്കുന്നില്ല, കാരണം ഓൾറെഡി എല്ലാവരും ചാനൽ വാർത്തകളിൽ കൂടിയും അതുപോലെ സോഷ്യൽ മീഡിയകളിൽ കൂടിയൊക്കെ ആ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം, ഈ പ്രോഗ്രാമിന് ശേഷം രമേശ് നാരായൺ അദ്ദേഹം കൊടുത്ത ബൈറ്റും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ആദ്യം എനിക്ക് രമേശ് നാരായൺ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്നത് പർപ്പസ്ഫുള്ളി ആസിഫ് അലീനെ അപമാനിച്ചത് തന്നെയാണ്. ഇവൻ ആരാടെ എനിക്ക് മൊമെൻ്റോ തരാൻ എന്ന രീതിയിൽ. ഞാൻ ഇത്രയും അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടിയ ഒരാൾ, ഇവൻ ഇന്നലെ കുരുത്ത തകര, ഈ രീതിയിലാണ് അദ്ദേഹം മൊമെൻ്റോ ആസിഫിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അവിടെ കാണാൻ കഴിഞ്ഞത്, ഒരാൾ ധാർഷ്ട്യത്തോടെ അത് പെരുമാറിയെങ്കിൽ മറ്റേയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടെന്നുള്ളതാണ്. ആസിഫ് എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ വീണ്ടും കാണാൻ കഴിഞ്ഞു. ആസിഫിൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും അത് റിയാക്ട് ചെയ്യുമായിരുന്നു, വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യുമായിരുന്നു. ഒന്നുകിൽ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോകുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും രീതിയിൽ ഒച്ചയെടുക്കുമായിരുന്നു. പക്ഷേ ആസിഫ് ഇതൊന്നും ചെയ്തില്ല. പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് പുറകോട്ട് മാറി അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അവിടെയാണ് ആസിഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ കാണുന്നത്. നടനെയൊക്കെ മാറ്റി നിർത്താം, ആസിഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ, ഒരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിന്. ഇനി രമേശ് നാരായൺ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം എനിക്ക് ആ വ്യക്തിയോട് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ഒരിക്കലും ഒരു കലാകാരൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിപ്പോഴും ആ ഒരു നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം മാപ്പ് ചോദിച്ചു. തെറ്റ് ചെയ്തിട്ട് മാപ്പ് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, അത് വേറെ കാര്യം. പിന്നെ മാപ്പ് ചോദിച്ചാൽ അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ തീരുമാനമാണ്. ഇനി അയാൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നി എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഈ പറയുന്ന രമേശ് നാരായൺ എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കാൻ തയ്യാറുമല്ല. അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് ഒരിക്കലും അല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അവിടെ സംഭവിച്ചൊരു കാര്യം, ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടായി. തർക്കമല്ല കേട്ടോ, അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഈ വ്യക്തിയുടെ പേര് അവിടെ, രമേശ് നാരായൺ എന്ന് പറയുന്ന പേര് അവിടെ ആങ്കറുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഈ മൊമെൻ്റോ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് രമേശ് നാരായണനും പറയുന്നുണ്ട്, എനിക്കവിടെ മൊമെൻ്റോ തന്നില്ലായിരുന്നു. MD വാസുദേവൻ സാർ അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകളോട് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ സാറിന് മൊമെൻ്റോ തന്നില്ലേ, സാറിന് ഉപഹാരം തന്നില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല സാർ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ നേരെ അവിടുത്തെ ആങ്കറായിരുന്ന ജുവലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ജുവലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ജുവലിനോട് പറഞ്ഞു, ഇങ്ങനെ പേര് വിളിക്കാൻ പറഞ്ഞു. ജുവൽ ആദ്യമേ വിളിച്ചത് സന്തോഷ് നാരായൺ എന്നായിരുന്നു. അവിടെ ജുവലിനെ പോലെ ഇപ്പം ഒരു പക്ഷേ അത് ജുവലിൻ്റെ തിരക്കിനിടയിൽ സംഭവിച്ചു പോയതായിരിക്കാം. ജുവലിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ടാവാം. പക്ഷേ രമേശ് നാരായൺ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇതൊന്നും അറിയില്ല, അവിടെ എന്താ നടക്കുന്നതെന്നും ആ വ്യക്തിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇത്രയധികം ആൾക്കാരെ വിളിച്ച് മൊമെൻറ്റോസൊക്കെ കൊടുത്തു, പക്ഷേ എന്നെ വിളിച്ചില്ല. ആ ഒരു ഇൻസൾട്ടിങ്ങിൻ്റെ പേരിൽ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, രമേശ് നാരായൺ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ന്യായീകരിക്കുന്നതല്ല. പക്ഷേ ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കവിടെ മൊമെൻ്റോ തന്നില്ല. ആ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ഈ MD വാസുദേവൻ സാറിൻ്റെ മകൾ അവർ പോയിട്ട് പേര് വിളിക്കാൻ പറഞ്ഞപ്പോൾ ജുവൽ അവിടുന്ന് പേര് മാറ്റി വിളിക്കുന്നു, സന്തോഷ് നാരായൺ എന്ന് വിളിക്കുന്നു. അപ്പോൾ തന്നെ ഇദ്ദേഹം സന്തോഷ് നാരായണന് മൊമെൻ്റോ കൊടുക്കാൻ വേണ്ടി, ഉപഹാരം നൽകാൻ വേണ്ടി, ചെറിയൊരു ഉപഹാരം എന്ന വാക്കും കൂടി എടുത്തു പറഞ്ഞു. ചെറിയൊരു ഉപഹാരം നൽകാൻ വേണ്ടി ആസിഫ് അലിയെ ക്ഷണിക്കുന്നു. 2 പ്രാവശ്യം അത് പറഞ്ഞു, ചെറിയൊരു ഉപഹാരം എന്ന വാക്കുപയോഗിച്ചു. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഉപഹാരം ചെറുതോ വലുതോ ആയിക്കോട്ടെ, പക്ഷെ അത് എടുത്തു പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ, അതും ഓൾറെഡി പേര് വിളിക്കാതെ ബാക്കി എല്ലാവരെയും ആദരിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ചെറിയ ഉപഹാരം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ ഈഗോയൊക്കെ ഉള്ള മനുഷ്യരാണെങ്കിൽ ചിന്തിക്കും, ഇവരെന്താണ് ഈ പറയുന്നത്, പേര് മാറ്റി പറയുന്നു. അവിടെ ഞാൻ ചിന്തിച്ചത്, ജുവലിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഒരു ആങ്കർക്ക് രമേശ് നാരായൺ എന്ന് പറയുന്ന വ്യക്തിയെ അറിയില്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നു എന്ന് പറയുന്നു. ആദ്യം ആസിഫാണ് വരുന്നത്, മൊമെൻ്റോ കയ്യിലെടുക്കുന്നു, ഇദ്ദേഹം എഴുന്നേറ്റ് വരുന്നു. എഴുന്നേറ്റ് വന്ന ശേഷം പോലും ജോലി പറയുന്നത്, ജയരാജ് സാറിൻ്റെ സിനിമയ്ക്ക്
മ്യൂസിക് ഡയറക്ഷൻ നടത്തിയത് സന്തോഷ് നാരായണൻ സാറാണ്. അപ്പോഴാണ് അവിടെ ബാക്കിൽ നിന്ന് അത് രമേശ് നാരായണൻ നിന്ന് തിരുത്തി കൊടുക്കുന്നത്. ആ സമയത്താണ് ഇദ്ദേഹം ആസിഫ് അങ്ങോട്ട് മാറുകയും ചെയ്തു. ഇദ്ദേഹം മൊമെൻറ്റോ മേടിച്ചിട്ട് ആസിഫിനെ നോക്ക് പോലും ചെയ്യുന്നില്ല. അത് കണ്ടപ്പോൾ തന്നെ ആസിഫ് അങ്ങ് മാറി. അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് ആ ഒരു പെയിൻ മനസ്സിലാവും. മാറി നിൽക്കുന്നു. പിന്നെ അങ്ങോട്ട് ആസിഫ് ബാക്ക് ടു നോർമൽ, ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. ഡയറക്ടർ ജയരാജിനെ ഇദ്ദേഹം അടുത്തേക്ക് വിളിക്കുന്നു. അടുത്തേക്ക് വിളിച്ചിട്ട് മൊമെൻറ്റോ കൈനീട്ട് സ്വീകരിക്കുന്നു. ഇത്രയുമാണ് അവിടെ സംഭവിച്ചത്. ഇതിൽ തെറ്റു പറയാനാണെങ്കിൽ പ്രോഗ്രാം കോർഡിനേറ്റർ മുതൽ തെറ്റു പറയേണ്ടി വരും. രമേശ് നാരായണൻ ഉൾപ്പെടെ പ്രോഗ്രാം കോർഡിനേറ്റർ മുതൽ തെറ്റു പറയേണ്ടി വരും. ഇപ്പോൾ ക്രൂശിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ രമേശ് നാരായണൻ എന്നിട്ട് അതിനുശേഷം പിന്നെ വരുന്നതും പോകുന്നതായിട്ടുള്ള ചാനലുകളിലെല്ലാം ഇദ്ദേഹം ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ആസിഫ് പെട്ടെന്ന് മാറിപ്പോയതാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആസിഫ് പെട്ടെന്നല്ല മാറിപ്പോയത്. ഇദ്ദേഹത്തിന് മൊമെൻറ്റോ കൊടുത്തതിന് ശേഷവും ആസിഫ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൈ പൊക്കി ഡയറക്ടർ ജയരാജിനെ അടുത്തേക്ക് വിളിച്ചതിന് ശേഷമാണ് ആസിഫ് അവിടെ നിന്ന് മാറുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. എനിക്ക് ഒരിക്കലും ഈ രമേശ് നാരായണൻ്റെ പ്രവൃത്തിയോട് യാതൊരുവിധ യോജിപ്പുമില്ല. അതേപോലെ തന്നെ ആ പ്രോഗ്രാം സംഘാടകരുടെ പ്രവൃത്തിയോടും. അപ്പോൾ ഇവിടെ അപമാനിക്കപ്പെട്ടത് രണ്ടുപേരും അപമാനിക്കപ്പെട്ടു. പിന്നെ ആ പ്രോഗ്രാം സംഘാടകരോടുള്ള വിദ്വേഷം ഒരിക്കലും ഇദ്ദേഹം ആസിഫലിയോട് കാണിക്കരുതായിരുന്നു. ഉപഹാരം തരുന്നത് ആരും ആയിക്കോട്ടെ, ഒരു മൊമെൻറ്റോ അല്ലെങ്കിൽ ഒരു സമ്മാനം, അത് തരുന്ന ആളുടെ വലിപ്പമല്ല. ഉറപ്പായിട്ടും ആസിഫിന് തന്നെയാണ്, ആസിഫിൻ്റെ ഒപ്പം തന്നെയാണ്. ഒപ്പം എൻ്റെ വിദ്വേഷം എന്ന് പറയുന്നത് രമേശ് നാരായണനോടൊപ്പം തന്നെ ആ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനോടും. ഇനി ജുവലിനോടൊരു വാക്ക്. നമ്മളൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ, നമ്മളൊരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ, ആ പ്രോഗ്രാം നമ്മൾ ആരാണ് വിളിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു ബഹുമാനം കൊടുക്കാം. ആ ബഹുമാനം ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ഉപഹാരം എന്ന് പറഞ്ഞ വാക്കാണ്. നമ്മൾ കൊടുക്കുന്നത് ആർക്കും ആയിക്കോട്ടെ, ആ ചെറിയ എന്ന വാക്കിന് ഒരുപാട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. അത് വാങ്ങുന്ന ആളുടെ മനസ്സിൽ ഞാൻ അത്രയ്ക്ക് ചെറുതാണോ എന്ന് ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്.